നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു രാജ്യമാണ് എൽ സാൽവദോർ. എൽ സാൽവദോർ ഈയിടെ ചെയ്ത പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ട്രംപ് ഇല്ലീഗൽ ഇമിഗ്രൻസിനെയൊക്കെ നാട് കടത്താൻ തീരുമാനിച്ചില്ല. അപ്പോൾ അതിൽ വന്ന ഒരു പ്രയാസം, ഒരുപാട് ക്രിമിനൽസ്, ടെററിസ്റ്റ് അമേരിക്കയിൽ പിടിയിൽപ്പെട്ട് കഴിയുന്നുണ്ട് പല ജയിലുകളിലായിട്ട്. ഇവരെ എങ്ങോട്ട് വിടും? ഇവരൊക്കെ പല രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നവരൊക്കെയാണ്. പക്ഷേ ക്രിമിനൽ കേസിൽപ്പെട്ട് ഭീകരവാദം, അതിൻ്റെ വെടിവെപ്പ്, ബോംബേർ, ഇതിലൊക്കെ പെട്ട ക്രിമിനൽസാണ്. ഹാർഡൻഡ് ക്രിമിനൽസാണ്. അവരാരും ഇനി നന്നാകും എന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. അപ്പോൾ എൽ സാൽവദോർ എന്ന രാജ്യം അവരൊരു ഓഫർ വെച്ചു. ട്രംപിന് കൊടുത്ത ഓഫറാണ്, ഞങ്ങളുടെ ജയിലിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് എൽ സാൽവദോറിൽ, 40,000 പേരെ താമസിപ്പിക്കാനുള്ള സ്ഥലമുണ്ട്, ചിലവ് കാശും ഇച്ചിരി കമ്മീഷനും ചേട്ടൻ തന്നു കഴിഞ്ഞാൽ ഈ പണ്ടാരത്തെയൊക്കെ ഞങ്ങളെടുത്തോളാം, ഞങ്ങളുടെ ജയിലിൽ കിടന്നോട്ടെ. എന്തൊരു ഓഫറാണെന്ന് ആലോചിച്ച് നോക്കണേ. സാധാരണ നമ്മൾ എങ്ങനെയെങ്കിലും ഈ ദുരിതം ഒഴിഞ്ഞു പോയാൽ മതി എന്ന് പറഞ്ഞാണ് എല്ലാ രാജ്യങ്ങളും ഇരിക്കുന്നത്. എൽ സാൽവദോർ പറഞ്ഞു, ഇങ്ങോട്ട് വിട്ടേര് ചേട്ടാ, ഞാൻ എടുത്തോളാം, ചിലവിന് കാശ് തരണം, പ്ലസ് രാജ്യത്തിന് അവരുടെ എൽ സാൽവദോറിൻ്റെ കമ്മീഷൻ. ഒടുവിൽ കച്ചവടം ഉറപ്പിച്ചു. അതിൻ്റെ ഫസ്റ്റ് ട്രിപ്പ് 288 പേരോ മറ്റോ വിമാനത്തിൽ പോയി ഇറങ്ങുന്ന വീഡിയോയൊക്കെ പുറത്തു വന്നു. അവരെ വൻ സുരക്ഷാ സന്നാഹത്തോടുകൂടി താൽക്കാലികമായിട്ട് പാർപ്പിക്കുന്ന അവരുടെ സെൻറ്ററുണ്ട്, അങ്ങോട്ട് മാറ്റി അവിടെ നിന്ന് ഇനി ജയിലിലേക്ക് മാറ്റും. ഇത് ട്രംപിന് വലിയൊരു അനുഗ്രഹമായി. മാസാമാസം ആ കാശ് കൊടുത്താൽ മതിയല്ലോ. ഈ പണ്ടാരം തലേന്നൊഴിഞ്ഞല്ലോ. നമ്മൾ ഈ ദുരിതം, റൗഡി പീസ് എന്ന് പറയും. മാർക്കറ്റിലൊരു റൗഡിയുണ്ട്, അയാൾക്ക് ഡെയിലി ഒരു 5 രൂപ കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ അയാൾ ഉപദ്രവിക്കും. തക്കാളി എടുത്ത് തിന്നും, വെണ്ടയ്ക്കായ എടുത്ത് ഒടിക്കും, അച്ചിങ്ങ വലിച്ചെറിയും, ഉരുളക്കിഴങ്ങെടുത്ത് പശുവിന് കൊടുക്കും. ഇത് ഈ പച്ചക്കറി കടക്കാരന് ഇത് തന്നെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? വരുന്നവർക്ക് സാധനം കൊടുക്കണ്ടേ? ഇതിനിടയ്ക്ക് ഇവനെയും ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും. ഒരു തക്കാളി എടുത്ത് തിന്നു എന്ന് പറഞ്ഞിട്ട് ഒരാളെ തല്ലിക്കൊല്ലാൻ പറ്റുമോ? ആകെ ശല്യം. അപ്പോൾ എന്താ നിനക്ക് വേണ്ട? നീ ശല്യം ഒഴിവാകാനായിട്ട് 5 രൂപ എനിക്ക് വേണം, ദിവസവും 5 രൂപ. ഇങ്ങനെ ഓരോ കടക്കാരിൽ നിന്ന് ഫീസ് മേടിക്കുന്ന, അതാണ് റൗഡി പീസ് എന്ന് പറയുന്നത്. അങ്ങനെ ചട്ടമ്പികൾക്ക് കാശ് കൊടുക്കുന്ന ഏർപ്പാട്. ട്രംപ് വിചാരിച്ചു ഈ ദുരിതം തലേന്നൊഴിയുള്ള എൽ സാൽവഡോറിൽ എവിടെയെങ്കിലും പോയി തൊലയട്ടെ. എൽ സാൽവഡോറിൽ നിന്ന് കപ്പൽ കയറി, വിമാനം കയറിയൊന്നും അമേരിക്കയിലേക്ക് പെട്ടെന്നൊന്നും എത്തിപ്പെടാൻ പറ്റില്ല, അത്രയ്ക്ക് ദൂരമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ദൂരേക്ക് നാട് കടത്തുക എന്നുള്ള പരിപാടി നല്ലൊരു പരിപാടിയാണ്. ഇച്ചിരി കാശ് മുടക്കുണ്ടെങ്കിൽ തന്നെ എന്താ, തലേന്ന് ഈ ഭണ്ഡാരം ഒഴിഞ്ഞു കിട്ടുമല്ല. ഇവൻ അമേരിക്കയിൽ നിന്നെങ്ങാനും ജയിലിൽ ചാടിയിട്ട് പിന്നെ അവിടെ വീണ്ടും വെടിവെപ്പും പ്രശ്നമൊക്കെ ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അങ്ങനെ പെർമനൻ്റ്ലി ഇവന്മാരെ ഒഴിവാക്കാൻ അമേരിക്ക തയ്യാറാകുകയും എൽ സാൽവദോർ സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ എൻ്റെ നരേന്ദ്രമോദിയോടുള്ള അപേക്ഷ ഇതാണ്. നമ്മുടെ നാട്ടിലും ഇതുപോലെ ഒരുപാട് ഭീകരന്മാരുണ്ട്. അതുകൂടാതെ സാംസ്കാരിക നായകന്മാരുണ്ട്, കവികളുണ്ട്. ഇവരൊക്കെ വലിയ പൊതുശല്യമാണ്. ഭീകരൻ നമ്മളെ വെടിവെച്ച് കൊല്ലുകയുള്ളൂ, അതോടെ നമ്മൾ ചത്തു, നമ്മുടെ കാര്യം കഴിഞ്ഞു. ഇത് ഈ സാംസ്കാരിക നായകൻ അങ്ങനെയല്ല. നേരം വെളുത്താൽ വൈകുന്നേരം വരെ നമ്മളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരിക്കും. മതേതരത്വം എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യനെ വഴി നടക്കാൻ സമ്മതിക്കാതെ ഒരു ശല്യക്കാരൻ. നമ്മളുടെ നാട്ടിലെ ഈ ചട്ടമ്പിയുണ്ടല്ലോ, റൗഡി പീസ് മേടിക്കുന്നവൻ, ഇതുപോലെ ഇവന് നിരന്തരം കാശ് കൊടുത്ത് നമ്മൾ ഇവൻ്റെ പുസ്തകം ഇറക്കുന്നു, അതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നു, അത് ടി വിയിൽ വരുന്നു, അതിന് കൈയടിക്കാൻ ആൾ വേണം. ഇങ്ങനെയൊക്കെയുള്ള ശല്യങ്ങളാണ് സാംസ്കാരിക നായകന്മാരെ കൊണ്ട്. കവികളാണെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്കിലാണ് വാളെടുത്തത് മുഴുവൻ വെളിച്ചപ്പാടാണ്. മലയാള അക്ഷരമാല മുഴുവൻ അറിഞ്ഞുകൂടാത്തവരെല്ലാവരും കവിത എഴുതാൻ തുടങ്ങി. അവരുടെ ന്യായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈക്കം മുഹമ്മദ് ബഷീറിന് മലയാളം എല്ലാ അക്ഷരങ്ങളും അറിഞ്ഞുകൂടാന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ബഷീർ പറഞ്ഞത് അദ്ദേഹത്തിനൊരു ഗമയാണ്, ഇവർക്ക് അങ്ങനെയാണ്. ബഷീർ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഈ മഹാത്മാഗാന്ധി താറൊക്കെ പാച്ച് നടക്കുമായിരുന്നു. നമ്മൾ താറ് പാച്ച് നടന്നാൽ എങ്ങനെയിരിക്കും? അവൻ കൊണ്ടുകൊടുത്തത് മഹാത്മാഗാന്ധി കൊടുത്തതാണ് എന്ന് പറയും. മഹാത്മാഗാന്ധിയുടെ വേഷത്തിൽ നടന്നു കഴിഞ്ഞാൽ എത്ര അപഹാസ്യമായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. അതുപോലെയാണ് ബഷീറിന് അക്ഷരമറിയില്ലായിരുന്നു, അതുകൊണ്ട് അക്ഷരമറിയാത്തവൻ യോഗ്യൻ
എന്നുള്ള ഇക്വേഷൻ ഇത് വെച്ചിട്ട് കവിത, കഥ, അത് ഇതൊക്കെ എഴുതി പിടിപ്പിക്കുകയാണ്. ഇതിനെയെല്ലാം പൊതുശല്യമായിട്ട് പ്രഖ്യാപിക്കണം. തീവ്രവാദികൾ ആണോ എന്ന് ചോദിച്ചാൽ അവർ തീവ്രവാദികളാണ് കേട്ടോ. ഒരു കാര്യത്തിന് വേണ്ടി തീവ്രമായിട്ട് വാദിക്കും. സകലവിധ സാമൂഹ്യ തിന്മകൾക്കും അനുകൂലമായിട്ട് എഴുത്തെഴുതും. അതാണ് അവരുടെ പ്രത്യേകത. വോക്ക് എന്ന് പറയുന്ന ഗ്രൂപ്പിൽപ്പെട്ടവർ ഇവരെയും ഭീകരവാദികളുടെ ലിസ്റ്റിൽപ്പെടുത്തിയിട്ട് എൽ സാൽവദോറോ അതിലും ബുർക്കിനോ ഫാസോയോ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും ഇവരെ എടുക്കാൻ. അപ്പോൾ ചിലവിന് കാശ് തരാൻ എൻ്റെ പൂന് ചേട്ടാ ഇതുങ്ങളെ ഇവിടെ നിന്ന് ഒഴിവാക്കി തരണം എന്ന് പറയുക. കേരളത്തിലാണ് ഇതിൻ്റെ ശല്യം ഏറ്റവും കൂടുതൽ. അതുകൊണ്ടാണ് ഞാനിവരെ ഈ ലിസ്റ്റിൽപ്പെടുത്താൻ കാര്യം. ആളുകളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാം, കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം സാംസ്കാരിക നായകന്മാരാരൊക്കെയാണ്, എഴുത്തുകാരാരൊക്കെയാണ്, മുന്നെഴുത്തുകാരാരൊക്കെയാണ്, സമഗ്ര സംഭാവനക്കാരൊക്കെയാണ്. സമഗ്ര സംഭാവന എന്താണെന്നറിയാമോ? എഴുതുകയൊന്നുമില്ല, ഒന്നും ചെയ്യുകയുമില്ല. പക്ഷേ എല്ലാത്തിനും അടുക്ക് പറഞ്ഞും എല്ലാ മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ ആയിട്ട് നല്ല ബന്ധത്തിലും നിന്നിട്ട് പുള്ളി സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് മേടിക്കും. എന്താ പുള്ളിയുടെ സംഭാവന? സമഗ്ര സംഭാവന, മൊത്തത്തിലൊരു സംഭാവന. ഇതാണ് ജീവിതകാലം മുഴുവൻ സംഭാവനയുടെ പുറത്ത് ജീവിച്ച ആളാണ്. അതായിരിക്കും സമഗ്ര സംഭാവന എന്ന് പറയാൻ കാര്യം. ഇങ്ങനെയൊക്കെയുള്ള പൊതുശല്യങ്ങളെ കൂടെ എൽ സാൽവദോറിലോ ബുർക്കിനോ ഫാസോയിലോ എങ്ങോട്ടെങ്കിലും കടത്താൻ നരേന്ദ്രമോദി ഒരു സ്കീം ഉണ്ടാക്കണം. ഇവർക്ക് ശാപ്പാടും ചെല്ലും ചിലവൊക്കെ കൊടുക്കാം, മരണപര്യന്തം അവിടെ എങ്ങാനും കിടന്നോട്ടെ, അവിടെ തുറന്നു വിട്ടാലും കുഴപ്പമില്ല. അവർക്ക് ഇവരെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ നിസ്സാര പണി മതി. അവർ ഈ വാചാടോപമൊന്നും അവിടെ ചിലവാകില്ലല്ലോ, കാരണം തടി കിട്ടുക അവിടെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഏതെങ്കിലും രാജ്യത്തിലേക്ക് ഇവരെ കടത്തണം. ഭീകരവാദികളെപ്പോലെ തന്നെ നാശനഷ്ടം വരുത്തുന്നവരാണ് ഈ നാക്കിട്ടടിച്ച് സാംസ്കാരിക നായകനാണെന്ന് പറഞ്ഞ് ഇടം വലം മനുഷ്യരെ ഉപദേശിക്കുകയും നന്നാക്കുകയൊക്കെ ചെയ്യുന്നവർ. അവരുടെ കയ്യിൽ സ്ഥിരം ഭാരതവിരുദ്ധമായ കുറേ മാറ്ററുമുണ്ട്. ഈ ഭാരതത്തിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭാരതത്തിലുണ്ടായതിനെ എല്ലാം ഭാരതീയർ വിമർശിച്ചിട്ടുമുണ്ട്, ഇല്ലേ? രവീന്ദ്രനാഥൻ ടാഗോർ മഹാത്മാഗാന്ധിയെ വിമർശിച്ചിട്ടുണ്ട്. അവർ തമ്മിൽ നാഷണലിസത്തെ ചൊല്ലി വലിയ ഡിബേറ്റ് തന്നെ നടന്നിട്ടുണ്ട്. ഈ ഡിബേറ്റിൻ്റെ ഒടുക്കമുണ്ടല്ലോ, രവീന്ദ്രനാഥ ടാഗോർ ജയിച്ചുവെന്നും ഗാന്ധിജി തോറ്റുവെന്നും തോന്നത്തക്ക രീതിയിലാണ് ആ ഡിബേറ്റ് അവസാനിച്ചത്. ഗാന്ധി വാക്സാമർഥ്യമുള്ള ആളൊന്നും ആയിരുന്നില്ല. കാര്യം വക്കീലായിരുന്നു ഗാന്ധി, പക്ഷേ വാക്സാമർഥ്യം ഉണ്ടായിരുന്നില്ല. ഗാന്ധിജിയുടെ പ്രത്യേകത, ഗാന്ധി സത്യമേ പറയുള്ളൂ. സൗത്ത് ആഫ്രിക്കയിലാണ് അദ്ദേഹം വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്തത്. ഇന്ത്യയിൽ വന്നതിന് ശേഷം അദ്ദേഹം വക്കീൽ പണിക്ക് പോയിട്ടില്ല. സൗത്ത് ആഫ്രിക്കയിൽ ഗാന്ധിജി എണീറ്റ് നിന്നിട്ട് എൻ്റെ കക്ഷി ഇന്നസെൻ്റാണ് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് സൗത്ത് ആഫ്രിക്കയിലെ ജഡ്ജി ഇയാൾ ഇന്നസെൻ്റാണ്, കാരണം ഗാന്ധി പറഞ്ഞു, അതുകൊണ്ട് ഇങ്ങനെ വിധിക്കുമായിരുന്നു. അത്രയ്ക്ക് സത്യത്തിൽ നിഷ്ഠയുള്ളവനായിരുന്നു ഗാന്ധി. ഗാന്ധിജിക്ക് വക്കാല കൊടുത്തു കഴിഞ്ഞാൽ ഗാന്ധിജി പറയും, താൻ ഈ കുറ്റം ചെയ്തതാണോ? അതെ, ചെയ്തതാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, കുറ്റം സമ്മതിക്കുക കോടതിയിൽ, എന്നിട്ട് കോടതിയോട് പറയുക, എനിക്ക് പറ്റിപ്പോയ അബദ്ധമാണ്, ഇനി ഞാനിത് ആവർത്തിക്കുകയില്ല, എനിക്ക് മാപ്പ് തരണം. ഇങ്ങനെ തന്നെ ഞാൻ പറയാം, നിങ്ങൾ വെറുതെ കൂട്ടിൽ നിന്നാൽ മതി, ഞാൻ പറഞ്ഞോളാം. മഹാത്മാഗാന്ധി ഇത് തന്നെ പറയും. ഈ കേസിൽ പറഞ്ഞ കുറ്റം എൻ്റെ കക്ഷി ചെയ്തതാണ്, അയാൾക്ക് തെറ്റിദ്ധാരണ കൊണ്ട് വന്നുപോയ ഒരു തെറ്റാണ്, ഇനി അയാളിത് ചെയ്യില്ല, അതിന് ഞാൻ ഉറപ്പ്. അയാൾക്ക് മാനസാന്തരം വന്നിട്ടുണ്ട്, ഒരവസരം അയാൾക്ക് കൊടുക്കണം, അയാളെ ശിക്ഷിക്കരുത് എന്ന് പറയും. മിക്കവാറും കേസിൽ ശരി ആദ്യത്തെ തവണ ആയതിനാൽ അയാളെ വെറുതെ വിടുന്നു എന്നായിരിക്കും വിധി. ഇതായിരുന്നു മഹാത്മാഗാന്ധി. ആ മഹാത്മാഗാന്ധിയാണ് ടാഗോർ വാചാടോപം കൊണ്ട് തോൽപ്പിച്ചത്, അഥവാ തോൽപ്പിച്ചതായിട്ട് ആൾക്കാർക്ക് തോന്നിയത്. മഹാത്മാഗാന്ധി അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ഭാരതം മഹാത്മാഗാന്ധിയുടെ കൂടെ ഇറങ്ങിപ്പോന്നു. ടാഗോറിൻ്റെ കൂടെ ആളുണ്ടായില്ല. ടാഗോർ വലിയ ആളാണ്, നോബൽ സമ്മാനമൊക്കെ കിട്ടിയ ആളാണ്. ബട്ട് ജനപിന്തുണ എന്ന് പറഞ്ഞത് ടാഗോറിനുണ്ടായില്ല. ടാഗോർ ദേശീയതയ്ക്കെതിരെയും എഴുതിയിട്ടുണ്ട്, അനുകൂലമായിട്ടും എഴുതിയിട്ടുണ്ട്. ഭാരതീയരുടെ പ്രത്യേകതയാണ്, അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ഒക്കെ ഒരുപാട് പേരൊക്കെ എഴുതും. വിവാദ പരാമർശങ്ങൾ ഒരുപാട് നടത്തും. അത് അന്നൊന്നും ഒരു വിവാദമായിട്ട് ആൾക്കാർ കൂട്ടിയിരുന്നില്ല. വ്യത്യസ്തമായ അഭിപ്രായമാണ്. അത് തീക്ഷ്ണമായിട്ട് പറഞ്ഞാൽ പോലും ആരും അത് വലിയ കുറ്റമായിട്ട് കണ്ടിരുന്നില്ല.
ഇന്നിപ്പോൾ അങ്ങനെയല്ല. തൊട്ടാൽ പ്രശ്നമാണ്. ഈ തൊട്ടാൽ പ്രശ്നം എന്ന് പറയുന്നത് ഉണ്ടാക്കിയെടുത്തത് ഈ സാംസ്കാരിക നായകന്മാരാണ്. എങ്ങനെ ഈ വാക്ക് വന്നു എന്ന് എനിക്കറിഞ്ഞില്ല. സംസ്കാരത്തെ ആർക്കെങ്കിലും നയിക്കാൻ പറ്റുമോ? അതിൻ്റെ ഏറ്റവും മുമ്പിൽ നിന്നിട്ട് ഇതാണ് സംസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ആ സംജ്ഞയ്ക്ക് യാതൊരു അർത്ഥവുമില്ല. സാംസ്കാരിക സമ്മേളനം എന്ന് പറയുന്നതിന് ഒരർത്ഥമില്ല മലയാളത്തിൽ. കൾച്ചറൽ പ്രോഗ്രാം എന്നുള്ള ഇംഗ്ലീഷിന് മലയാളത്തിലാക്കി കൊടുത്ത പേരാണ് ഈ സാംസ്കാരിക സമ്മേളനം. സാംസ്കാരിക സമ്മേളനം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മലയാള ഭാഷയിലെ അർത്ഥം സംസ്കാരങ്ങൾ, പലവിധ സംസ്കാരങ്ങളുടെ സമ്മേളനം എന്നാണ്. അപ്പോഴേ സാംസ്കാരിക സമ്മേളനമാകുള്ളൂ. നമ്മൾ പലവിധ സംസ്കാരമുള്ളവരല്ലല്ലോ, ഒരേ സംസ്കാരമുള്ളവരാണ് മലയാളികൾ, തമിഴന്മാർ, ഭാരതീയരെല്ലാം ഒരു സംസ്കാരമുള്ളവരാണ്. അവരുടെ സമ്മേളനത്തെ നിങ്ങൾ സാംസ്കാരിക സമ്മേളനം എന്ന് വിളിക്കാൻ പാടില്ല. കൾച്ചറൽ ഇവൻറ്റിൻ്റെ മലയാളം സാംസ്കാരിക സമ്മേളനം ആക്കി എന്നത് ഒരു അശ്ലീലമാണ് വാസ്തവത്തിൽ. അതിൽ നിന്ന് പിന്നീട് സാംസ്കാരിക നായകന്മാരുണ്ടായി. 2 കവിതാ പുസ്തകം അല്ലെ 2 കഥാപുസ്തകം, എന്ത് ചവറുമായിക്കോട്ടെ, നിങ്ങളൊരു കോക്കസിൻ്റെ ഭാഗമാണെങ്കിൽ നിങ്ങളുടെ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടും, ആഘോഷിക്കപ്പെടും. അത് കേരളത്തിലെ ഒരു ചടങ്ങാണ്. നിങ്ങൾ കവിയാകും, സാഹിത്യകാരനാകും. സാഹിത്യകാരനോ കവിയോ ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് കാര്യത്തിലും നിങ്ങൾക്ക് അഭിപ്രായം പറയാം. ഇതാര് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാകവി -- പറഞ്ഞതാണെന്ന് പറയും. ഇയാൾക്കെന്താ ആണവ നിലയത്തിൻ്റെ കാര്യം വന്നു കഴിഞ്ഞാലും മഹാകവി അഭിപ്രായം പറയും. ഓവർബ്രിഡ്ജിൻ്റെ കാര്യം വന്നാലും മഹാകവി അഭിപ്രായം പറയും. ആശാവർക്കർമാരുടെ കാര്യത്തിലും മഹാകവി ഇടപെടും. ഇതെന്തൊരു മഹാകവി? നാട്ടിലെ പ്രശ്നങ്ങളിൽ മുഴുവൻ ഇയാൾ കവി ആയതുകൊണ്ട് ഇയാളുടെ വാക്ക് കേൾക്കണമെന്നാണോ? അങ്ങനെ ഇല്ലല്ലോ. അപ്പോൾ ഈ രീതിയിൽ മൊത്തം സമൂഹത്തെ ദുഷിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ സാംസ്കാരിക നായകന്മാർ എന്ന് പറയുന്നവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനിവരെ ഭീകരവാദികളുടെ ലിസ്റ്റിൽ പെടുത്തണം എന്നാവശ്യപ്പെടുന്നത്. അങ്ങനെ ലിസ്റ്റിൽപ്പെടുത്തി ഇതുങ്ങളെ കൂടെ എൽ സാൽവഡോറിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡോറിലേക്കോ കടത്തിത്തരാൻ നരേന്ദ്രമോദി ഒരു ശ്രമം നടത്തണം. പിണറായി വിജയൻ അതിന് ഉടക്കൊന്നും വയ്ക്കരുത്. ഇപ്പം നിങ്ങൾ തമ്മിൽ ഏകദേശം ഗുഡ് ടേംസിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പിണറായി വിജയൻ ഒന്ന് കണ്ണടയ്ക്കണം. ബാക്കി കാര്യം അമിത്ഷായോ നരേന്ദ്രമോദിയോ ചെയ്തോളും. അങ്ങനെയെങ്കിലും കേരളത്തെ വലിയൊരു ഭീകരവാദത്തിൽ നിന്ന് രക്ഷിക്കണം എന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു.